ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാട്ടിൻപുറത്തെ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഇന്ന് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന്. ചക്കയട അല്ലെങ്കിൽ ചക്കയപ്പം, കുമ്പിളപ്പം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വരിക്ക ചക്ക കൊണ്ടാണ് ഞാൻ ഇന്ന് ചക്കയപ്പം ഉണ്ടാക്കുന്നത്. വരിക്കച്ചക്ക ക്ലീൻ ചെയ്ത് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കുകയാണ്. കൂഴച്ചക്കയാണെങ്കിൽ ഇങ്ങനെ ആവിയേറ്റേണ്ട ആവശ്യമില്ല. ക്ലീൻ ചെയ്ത് നമ്മൾ നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ച് നമുക്ക് പൾപ്പായിട്ടെടുക്കാം. അപ്പോൾ വരിക്കച്ചക്ക നമ്മൾ അങ്ങനെ നേരിട്ട് ചെയ്യുമ്പോൾ എല്ലാം ശരിക്കും അരിഞ്ഞ് കിട്ടില്ല, ശരിക്കും പൾപ്പായി കിട്ടില്ല. ചില കഷ്ണങ്ങളൊക്കെ ആയിട്ടൊക്കെ കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ആവി കയറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം നന്നായിട്ട് നമുക്ക് പൾപ്പായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തണുക്കാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ച് നമ്മൾ ആവി കയറ്റാവുള്ളൂ. കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ പൾപ്പാക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വന്നാൽ ഇഡ്ഡലി ചെമ്പിലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതുപോലെ അടിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നന്നായിട്ട് പൾപ്പായിട്ടുണ്ട്. നമുക്കത് നോക്കാം. ചെറിയ കഷ്ണങ്ങളോ പീസുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് പൾപ്പായി കിട്ടിയിട്ടുണ്ട്. കൂഴച്ചക്ക കൊണ്ട് നമ്മൾ എങ്ങനെ പൾപ്പാക്കി എടുക്കണോ ആ രീതിയിൽ നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചേരുവകളൊന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. തേങ്ങ ചിരകിയതാണ്. നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം കേട്ടോ. അരിപ്പൊടി, ശർക്കര ഉരുക്കിയത്, ഒരു മുറി തേങ്ങ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അങ്ങനെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശർക്കര നമ്മൾ പാനിയാക്കി എടുക്കുകയാണെങ്കിൽ കരടും പൊടികളോ ചെറിയ മണൽത്തരികളൊക്കെ കാണും. അപ്പോൾ നമുക്കൊന്ന് പാനിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഒഴിവായി കിട്ടും. നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. നമുക്കെല്ലാം കൂടി ഇനി ചേരുവകളെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. തേങ്ങ ഞാൻ വെറുതെ കൊത്തിയിടുകയാണ്. ചിലർ തേങ്ങ വറുത്തിടാറുണ്ട്. അണ്ടിപ്പരിപ്പും കടലയൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പൾപ്പ് എത്രത്തോളം ഉണ്ടോ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി മാത്രം വേണമെന്ന് നിർബന്ധമില്ല. റവയിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ റവയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഒത്തിരി ഡ്രൈ ആയി പോകാതെ നോക്കണം. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ പാകത്തിന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10-20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ പൊടിയെല്ലാം കുതിർന്ന് പാകത്തിന് വെള്ളമാകും. ആ സമയം കൊണ്ട് നമുക്ക് ഇല ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇടനിലയിലാണ് ഉണ്ടാക്കുന്നത്. ഇലയെല്ലാം കഴുകി തുടച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മുടെ മാവ് ഒന്ന് നോക്കാം. കണ്ടോ, മാവ് പാകത്തിന് വെള്ളമായിട്ട് നന്നായിട്ട് പാകമായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് കുമ്പിളിലേക്ക് വാരി വെക്കാൻ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇല എടുത്ത് കുമ്പിൾ കുത്തി നമുക്ക് അതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ ഇലയുടെ പുറം വശം കേട്ടോ കുമ്പിൾ കുത്തുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പുറം വശം കുമ്പിൾ കുത്തുകയാണെങ്കിലുണ്ടോ ഇലയുടെ പുറത്തുള്ള ഡിസൈനുകൾ മൊത്തം നമ്മൾ ഈ ചക്കയപ്പം എന്ത് ചെയ്യുമ്പോൾ തുറന്നെടുക്കുമ്പോൾ അച്ച് പോലെ ഇങ്ങനെ ഒരു ഡിസൈനായിട്ടിരിക്കുവേ. അത് തന്നെയല്ല നല്ല ടേസ്റ്റുമായിരിക്കും. ചിലർ വാഴയിലയിൽ ഉണ്ടാക്കാറുണ്ട്, കൊക്കോയുടെ ഇലയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും നല്ല ടേസ്റ്റ് നമ്മളിതുപോലെ ഇടനയിലയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. വെറുതെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇങ്ങോട്ട് തുറന്നു പോരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഞെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇങ്ങനെ സെറ്റാക്കി വെക്കാം. അപ്പോൾ അത് അഴിഞ്ഞു പോരില്ല. ഇതുപോലെ നമുക്ക് എല്ലാ ഇലകളിലും ഒന്ന് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ നമ്മളെല്ലാം പറക്കി വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞതും കാണിച്ചതുമെല്ലാം. നിങ്ങൾ ചെയ്യുന്ന രീതി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 20-25 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. നമുക്ക് ആദ്യം തന്നെ ഫുൾ ഫ്ലെയിം ഇട്ട് കൊടുത്തൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇലകളുടെ നിറമെല്ലാം മാറി നല്ല മണം വരുന്നുണ്ട്. ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. തുറന്നെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല ചൂടാണ്. അപ്പം നമ്മളിങ്ങനെ തുറന്നെടുത്ത് കഴിയുമ്പോൾ അറിയാൻ കണ്ടോ ആ ഇലയുടെ ഡിസൈനുകളെല്ലാം നമ്മുടെ ചക്കയപ്പത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.